മറ്റൊരു വാർത്തയിലേക്ക്. കാസർകോട്ട് വാട്സാപ്പിലൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയെന്ന് പരാതി. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് പരാതി. സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ മുറിയിൽ പൂട്ടിയിട്ടെന്നും മാനസികമായി നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത പരാതിക്കാരിയും പിതാവുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. എന്തായിരുന്നു സംഭവം? ഉപ്പാൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് വഴിയായിട്ട് മുത്തലാഖ് ചൊല്ലിയതാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വോയിസ് മെസ്സേജായിട്ട് ഉപ്പാക്ക് അയച്ചത്. ഭർത്താവ് വീട്ടിൽ നിന്ന് 2.5 വർഷമായിട്ട് പീഡനം ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. റൂമിൽ പൂട്ടിയിടുകയും ഭക്ഷണം തരാതെ, കയ്യാതായെങ്കിൽ പനി വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടുന്ന് എൻ്റെ ഉമ്മാവും ഉപ്പാവും ഭർത്തർ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുപോക്കും. സഹിക്കാൻ കഴിയായിട്ട് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഇനി എന്തെങ്കിലും ആവും, അതിന് മുന്നേ എന്നെ കൊണ്ടോ, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർ എന്നെ എന്തെങ്കിലും ആക്കും. ആ സമയത്ത് ഭർത്താവിനെ അറിയും. സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നീ വീട്ടിൽ പോയിക്കാൻ, നിൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നോ, എൻ്റെ പെങ്ങളൊക്കെ ഉമ്മാൻ്റെക്ക് നിൽക്കണ്ട, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രം ഒന്നിച്ചിട്ട് പോവാന്ന്. ഈ ഒരു മാസം 2 വീക്സ് 3 വീക്സായി എനിക്ക് മെസ്സേജോ കോളോ ഒന്നും ഇല്ലാത്തത്. ഇതേ ഭർത്താവിൻ്റെ പെങ്ങളും ഇതേ ഉപ്പാൻ്റെ ഏട്ടൻ്റെവരും, മരിച്ചുപോയ അവരെ ഏട്ടൻ്റെവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ വേർപിരിച്ചതാണ്. സ്ത്രീധനമായി 50 പവനാണ് ചോദിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടി 20 പവൻ എല്ലാവരും കൂടിയിട്ട്, ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് കൊടുത്ത് ഇങ്ങനെ 20 പവൻ കൊടുത്തതാണ്. അത് മൊത്തം വിറ്റിട്ട് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഈ സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അമ്മ പറഞ്ഞു, എനിക്ക് ഇത് കിട്ടാൻ ഞാൻ കാത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വാട്സപ്പിലേക്ക് 3 തലാഖും ചൊല്ലി തന്നിട്ട് പൈസ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. CI ഇന്ന് ലീവ് നാളെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാൻ കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുത്തലാഖ് എന്ന് പറയുന്നത് നിരോധിത നിയമമാണ്. ഇത്തരത്തിൽ കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നതും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. അർച്ചന രവീന്ദ്രൻ, വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ ആളുടെ നേരത്തെ ഉണ്ടായിരുന്ന എങ്ങനെയാണ് പെരുമാറ്റം എന്നതടക്കം ഈ കുട്ടി ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഇതിലൊക്കെ കേസെടുത്ത് കൃത്യമായി അഴിക്കുള്ളിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ നടന്നത്. സുജയ, തീർച്ചയായും അഴിക്കുള്ളിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. 2022 ഇവരുടെ വിവാഹം കഴിയുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണ് യുവതിയും യുവാവും വിവാഹം കഴിക്കുന്നത്. നിയമപരമായി വിവാഹം ചെയ്യുന്നു. പിന്നീടാണ് യുവാവിന്റെ വീട്ടുകാരിൽ നിന്നും യുവതിക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വാങ്ങുന്നത്. ഈ ഒരു വിവാഹ സമയത്ത് ഏകദേശം 50 പവനോളം സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 20 പവൻ മാത്രമേ തങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. നിർധനരായ കുടുംബമാണ്. 20 പവൻ മാത്രമേ തങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആസ്പദമാക്കിയാണ് ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ യുവതി റിപ്പോർട്ടിനോട് പറഞ്ഞിരിക്കുന്നത്. ആഹാരം തന്നില്ല, അതുപോലെ വീട്ടിലെ റൂമിൽ പൂട്ടിയിട്ട് തുടങ്ങി നിരവധി പീഡന വാർത്തകൾ തന്നെയാണ് ഈ യുവതി ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു മുത്തലാഖ് ചൊല്ലിയുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നതും. ഇദ്ദേഹം, അതായത് ഈ യുവാവ് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന യുവാവ് UAE-യിലാണ്. അദ്ദേഹം പുറത്താണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുവതിയുടെ പിതാവിന്റെ വാട്സാപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു മുത്തലാഖ് ചൊല്ലിയ സന്ദേശം അയക്കുന്നത്. തുടർന്നാണ് ഈ യുവതിയും അതുപോലെ തന്നെ പിതാവും ഇപ്പോൾ ഹൗസ്തുർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു കുടുംബത്തിനെതിരെ ഈ ഒരു യുവാവിന്റെ കുടുംബത്തിനെതിരെ വലിയ ആരോപണം തന്നെയാണ് ഈ ഒരു യുവതി ഉന്നയിക്കുന്നത്. തനിക്കെതിരെ വലിയ മാനസികമായി തന്നെ അവിടുന്ന് ഉപദ്രവിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി പറയുന്നുണ്ട്. ആഹാരം ഉൾപ്പെടെ നൽകിയില്ല തുടങ്ങി വലിയൊരു പീഡന വിവരം തന്നെയാണ് ഈ ഒരു വീട്ടിൽ നിന്നും തനിക്ക് നേരിട്ടതെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ യുവതി പറയുന്നതും. സുജയ.